ഇന്ന് പപ്പിയും മോളും മാത്രമേ വീട്ടിലുള്ളൂ അല്ലേ? മമ്മിയുടെ പേച്ചു മമ്മി ബ്യൂട്ടീഷ്യൻ കോഴ്സിന് പോയി. അച്ചാച്ചനും അമ്മമ്മയും കൂടിയിട്ട് വേറൊരു സ്ഥലത്ത് പോയി. അതുകൊണ്ട് ഏത് അച്ചാച്ചനും അമ്മമ്മയും കുഞ്ഞാവേന്റെ വീട്ടിൽ പോയി. ഏട്ടൻ അച്ചു സ്കൂളിൽ പോയി. അച്ചുവിന് ഇവിടെ എന്തോ ചെറിയ വേദന പോലും. അതുകൊണ്ട് അച്ചു സ്കൂളിൽ പോയിട്ടില്ല, ഇവിടെ തന്നെ. അങ്ങനെ പപ്പയും മോളും കൂടി ചായ കുടിച്ചിട്ട് ഷോപ്പിലേക്ക് പോകണം അല്ലേ? ഷോപ്പിലേക്ക് പോകുമ്പോ പറ്റിയേ വണ്ടിയുടെ ഇല്ല. അപ്പൊ എന്നിട്ട് നടന്നിട്ട് പോണല്ലേ? ഞാൻ രാവിലെ എക്സസൈസ് ചെയ്തോളൂ. പപ്പ പറഞ്ഞു നമുക്കിന്ന് നടന്നിട്ട് എക്സസൈസ് അല്ലേ? നടന്നിട്ട് അങ്ങനെ നടന്നിട്ട് പോകാൻ തീരുമാനമായിട്ടുണ്ട്. ശരി, എന്നാ പിന്നെ പോവാ നമുക്ക്. അതിന്റെ ഇടയ്ക്ക് അച്ഛന്റെ കമ്മശി വരയാൻ നോക്കിട്ടല്ലേ ചീറ്റിപ്പോയി. പപ്പ വരഞ്ഞിട്ട് ആകെ ബോറായിട്ട് പോയി. പപ്പ എന്നെ മായിച്ചു. ഇനി അവിടെ പോയിട്ട് നമുക്ക് അശ്വതി മുത്തനെ കൊണ്ട് അല്ലേ എന്നിട്ട് നമുക്ക് കമ്മശി വരപ്പിക്കാം. അതുകൊണ്ട് പപ്പ കമ്മശി എടുത്തിട്ടാ വന്നേ. കൊടുത്തു കമ്മശി പപ്പേന്റെ പോക്കൽ. ദാ കൺമശി പപ്പ പോക്കലിട്ടുണ്ട് കേട്ടാ. മമ്മിയാണ് ഇതെല്ലാം ചെയ്തു കൊടുക്കല്ലേ. പപ്പക്ക് ഇതൊന്നും അറിയില്ലല്ലേ അച്ചു? എന്നാ ഷോപ്പ് പോയിട്ട് നമുക്ക് കൺമശി ഇടല്ലേ? ഓക്കെ, ബാ പോലെ. എടാ ഇവിടെ വണ്ടി ഉണ്ട്. ഇതല്ലേ വണ്ടി? ഇത് പപ്പ കണ്ട വണ്ടി ഉണ്ട് കേട്ടാ. ഇത് മിഞ്ഞാന്ന് ഇവിടെ വെച്ചതാ. ഇത് കാറ് പറഞ്ഞിട്ട് കാണുന്നില്ല. ഞാൻ വിചാരിച്ച് വണ്ടി ഷോപ്പിൽ സ്റ്റാഫ് കൊണ്ട് പോയെന്ന് വെച്ചാൽ. അപ്പൊ ഏതായാലും നമുക്ക് വണ്ടി എടുത്തിട്ട് പോവാം. നടന്നിട്ട് പോണാ? വേണ്ടപ്പ, നല്ല വെയിലാണ്. എക്സസൈസ് ചെയ്താലും ഇന്ന് കാലി. ഇന്ന് വേണ്ടപ്പ, വണ്ടി ഉണ്ടല്ലോ നമുക്ക് വണ്ടി പോവാം. എന്നാ നാളെ നടന്നിട്ട് പോവാം. ഓക്കെ, എന്നാ വണ്ടി എടുക്കട്ടെ. ഇനി ആദ്യം തുറക്കണല്ലോ. ഓ, ചാവി എടുത്തിട്ടുണ്ട്. അച്ചൂട്ടൻ വണ്ടിയിൽ കയറാൻ നോക്കുന്നുണ്ട്. പപ്പയും കയറട്ടെ. നമ്മളപ്പോൾ ഷോപ്പിലെത്തിയേ. അപ്പോൾ പീരിയം പറയുന്നത് വർഷയാണ്. അപ്പോൾ ഇവിടെ എത്തിയാൽ അറിയുന്നത് ഈ സാധനം കൺമഷിയല്ല, ഐലൈനറാന്ന് അറിയുന്നത്. നമുക്ക് ഈ കൺമഷിയല്ലേ അറിയുള്ളൂ. പിന്നെ ഇതാന്ന് നാണേച്ചി. ആള് കർഷകയാണ്, ഭയങ്കര ഫേമസ് ആ നാട്ടിൽ. അപ്പോൾ ഇപ്പം പ്രായമായതുകൊണ്ട് അങ്ങനെ കൃഷി കുറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ സുന്ദരിയായ നോട്ട് അതിനാ ഒരു പൊട്ടുകൂടി വെച്ചോ. നാണേച്ചിനെ വീഡിയോ പിടിക്കണം. നാണേച്ചി വെറുതെ നിങ്ങളെ യൂട്യൂബിലിടാം, എല്ലാരും കാണട്ടെ നിങ്ങളെ. ഇത് കുഴപ്പമില്ല. ഇല്ല, ഇപ്പൊ നല്ല കണ്ടീഷൻ ഉണ്ട് കാണാൻ വേണ്ടിട്ട്. ഞാൻ അവിടെ കൊത്താൻ പറഞ്ഞ ചെത്രയായി. നിങ്ങളത് വിളിക്കുന്നില്ലല്ല, വളപ്പിൽ കൊത്താൻ പറഞ്ഞ ചെത്ര. നാണേച്ചിക്ക് കുറേ കൃഷി ഉണ്ടല്ലോ. അപ്പം ഞാനെപ്പം പറയും, നാണേച്ചി ഞാനൊരു ദിവസം രാവിലെ വരട്ടെ കൊത്താൻ വേണ്ടിയിട്ട്. എനിക്ക് അധ്വാനിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നാണേച്ചി ഇതുവരെ എന്നെ വിളിച്ചിട്ടില്ല കേട്ടാ. അച്ഛൻ്റെ രസമുണ്ടോ കമ്മശി പറഞ്ഞിട്ട്? ഇതെന്തോ പോലെ ഉണ്ട് കേട്ടാ. പപ്പയ്ക്ക് ഇഷ്ടമായിട്ടില്ല. എന്തോ പോലെ ഉണ്ട്. വർഷേ ഇതെന്തോ ഭീതി കൂടിയില്ലേ? അത് കുറക്കാൻ കഴിയാ? കുറക്കാൻ പറ്റുന്ന കേട്ടോ. ഇങ്ങനെ കുറച്ചാട്ടെ. ഐലൈനറെ കൊണ്ട് വരച്ചിട്ട് രസമായില്ലല്ലേ? ഇല്ലടാ, രസമില്ലടാ. ഞാൻ നോക്കടാ. അച്ചോട്ടിന് പഴംപൊരി കിട്ടിയിട്ടുണ്ടാ. ആരാ വാങ്ങിത്തന്ന പഴംപൊരി? അമ്മമ്മ. നേരത്തെ വന്ന നാണേച്ചി. ഇവള് പഴംപൊരി വരുന്ന കേട്ടിട്ട് ഓറ് പോയിട്ട് ഇതാ കുറേ പഴംപൊരി വാങ്ങിട്ട് വരുന്നത്. അവിടെ കിട്ടുന്നുണ്ട് പഴംപൊരി. ഇനി മുഴുവൻ തിന്ന് തീർത്തു കേട്ടാ. 4 പഴംപൊരി തിന്നു ഒറ്റക്ക്. ഏത് ഓക്സിജൻ? രാകേശ്വരി തമാശ അറിയുന്നതൊക്കെ. പപ്പക്കില്ലേ പഴംപൊരി? ഒറ്റക്കടിച്ചെന്നോന്ന്? ഓള് ഒരാള് കടിച്ചത് അച്ചു തിന്നൂല അല്ലേ? ഒരാള് തിന്നത് അച്ചു പിന്നെ തിന്നൂല. അങ്ങനെയെല്ലാം ഉണ്ട്. അച്ഛന് ഡിമാൻഡെല്ലാം ഉണ്ട് ഭയങ്കര. അവിടെ അച്ചു പൗഡർ ഇട്ടിട്ടില്ല. ശാലിനിമുത്ത ശാലിനിമുത്തേ പൗഡർ ഇട്ട് കൊടുക്കപ്പാ. ഓക്കെ, പൗഡർ പൗഡർ ഇട്ടത് കേട്ടോ. ഇപ്പൊ വർഷമൂത്ത പൗഡർ ഇട്ടത്. വർഷ ചേച്ചി മതിയല്ലേ? കുഞ്ഞി വർഷ ചേച്ചി. വായ തുറക്കല്ലേ. ഇപ്പല്ലേ എൻ്റെ മോള് സുന്ദരിയായ.
രാവിലെ എണിച്ച് കുളിച്ചിട്ടൊന്നുമില്ല കേട്ടോ ആള്. പപ്പേന്റെ പ്രേന്ന് കിടന്നുറങ്ങി. എന്നിട്ട് രാവിലെ എണിച്ചിട്ട് കുളിയൊന്നുമില്ല, ചായയും കുടിച്ച് ഒറ്റ വ്യക്തി ഇങ്ങോട്ട് അല്ലേ. അച്ചൂട്ടനൊക്കെ ബോറടിച്ചേ. അച്ചൂട്ട എന്നോരോടി എന്നാക്കി കളിക്കുന്നത്? അച്ചൂട്ട ഇരുന്ന് ബോറടിച്ച് കമ്പ്യൂട്ടറിൽ എന്തെല്ലോ കളിയാണ്. അപ്പോൾ സമയം ഉച്ചയായി, അത്യാവശ്യം കുറച്ച് കസ്റ്റമർ ഉണ്ട്. ഇപ്പം നല്ല ചൂടല്ലേ, അതുകൊണ്ട് കസ്റ്റമറെല്ലാം വരാൻ വേണ്ടി വൈകുന്നേരമാവും. ആ സമയത്താണ് കൂടുതൽ ആൾക്കാരുണ്ടാവുക. അപ്പോൾ മമ്മി എത്തിയിട്ടുണ്ട്. ഇതാ മോളെ മമ്മീനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ പപ്പക്ക് സമാധാനമായി. ആടെ ഇരുന്ന് ബോറടിക്കുന്നുണ്ടല്ലേ ചോട്ടാ? കൊറേ സമയം ബോറടിച്ചു പോയി നമുക്ക്. ലാപ്ടോപ്പിലല്ല, കമ്പ്യൂട്ടറില്. കമ്പ്യൂട്ടറിൽ കൊറേ ഞെക്കി വൈലാസ് ബോറടിച്ച് പയ്യതാ ഇവളെത്തിയപ്പോന്നൊരു സമാധാനായ. എന്തായാലും പിന്നെ നമ്മളിതാ ഭക്ഷണം കഴിക്കാൻ വന്നിട്ടുണ്ട്. നല്ല വിശപ്പല മമ്മി. സമയം 2:30 കേട്ടോ. ഇവൾ ഈ സമയത്ത് എത്തുക. പിന്നെ ഭാര്യ വരാണ്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കുക വെച്ചിട്ട് ഞാനും വെയിറ്റ് ചെയ്ത്. പിന്നെ ഇന്ന് വാലന്റൈൻസ് ഡേ അല്ല, അപ്പൊ ഇന്ന് നമ്മൾ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചില്ല, പിന്നെ എപ്പോൾ കഴിക്കുമല്ലോ സുധി. അതുകൊണ്ട് ഇന്ന് ഒരുമിച്ച് കഴിക്കാന്ന് വെച്ച് കാത്തുനിന്ന് എത്തിയിട്ടുണ്ട്. എന്നാ പിന്നെ കഴിക്കാം. കുടല് കത്തുന്നു. വാ അച്ചോട്ടാ നടക്ക്. നമ്മളപ്പോ ഭക്ഷണം കഴിച്ചാ. അപ്പോൾ മമ്മിക്ക് ഷോപ്പിൽ വരണം എന്നൊരാഗ്രഹം വേറൊന്നുമില്ല. മമ്മീന്റെ മൂത്തപ്പന്റെ മോന്റെ കല്യാണമുണ്ട്. അപ്പോൾ കല്യാണത്തിനല്ല, കല്യാണപ്പണന് പാസർ എടുക്കണം. അപ്പൊ എന്നോട് പറഞ്ഞു ഷോപ്പിൽ പോയിട്ട് നീ സെലക്ട് ചെയ്തു. അപ്പൊ അവിടെ പോയിട്ട് നല്ല പാസർ നോക്കി സെലക്ട് ചെയ്യണം. എങ്ങനെയാ വീട്ടിൽ നിന്ന് പുറത്ത് ചാടാന്ന് വെച്ച് ഇങ്ങനെ നിൽക്കല. ആ സമയത്തായ ഒരു കോള്, അതുകൊണ്ട് ഇതാ വേഗം. അല്ല ഇനി അതിനായിട്ട് മാറ്റി പിടിച്ച് പോകാൻ കഴിയില്ല. ഏതായാലും റെഡി ആയിട്ടാവണ്ടേ, അപ്പൊ പിന്നെ പോയിട്ട് എടുത്തിട്ട് വരാം. അങ്ങനെ ആവട്ടെ. എന്നാ പിന്നെ എന്നാ ഇവിടെ ഷോപ്പിലേക്ക്. പിന്നെ മമ്മിന്റെ മുടിയുണ്ട് നല്ല സുന്ദരനാക്കിയിട്ട്. എന്റെ ക്ലാസ്സിൽ 2 ഗോപികമാരുണ്ട്. അപ്പൊ അവര് 2ആളും കൂടി ചെയ്തിട്ടാണ് ഇങ്ങനെ ആക്കിയിട്ടുള്ളത്. ഗോപിക പേരാന്ന്. 2 ഗോപികമാരെന്ന് വെച്ചാല് മറ്റേ കൃഷ്ണന്റെ ഗോപികമാരെന്നെല്ലാം പറയുമ്പോലെ 2 ഗോപികമാര് പേരാന്ന് എന്റെ പേര്. അപ്പൊ അവര് 2 കൂടിയിട്ടാണ് സുധിയുടെ മുടി ഇങ്ങനെ ആക്കിയെന്നാണ് പറയുന്നത്. എന്തായാലും നല്ല രസമില്ലേ? എന്നോട് അടിപൊളിയാങ്കിലും നീ പറയണേന്ന്. എനക്ക് ഇഷ്ടമായിരുന്നു, നല്ല രസമുണ്ട്. ഇത് വെയിലത്ത് പോകുമ്പോ നല്ല കേട്ടാ, ആ കളർ ഇങ്ങനെ തിളങ്ങുന്നുണ്ട്. ഇവിടുന്ന് അത്ര എഫക്റ്റ് ഇല്ല, വെയിലത്ത് പോകുമ്പോ നല്ലൊരു തിളക്കം വരുന്നു. എന്നാലും കുഴപ്പമില്ല. അച്ഛനാക്കണ ഇതുപോലെ മുടി വലുതാൻ പാക്കുന്നത്. ഇപ്പം വേണ്ട, ഇപ്പൊ ആക്കണ വേണ്ട. മുടി കുറച്ചുകൂടി വലുതായിട്ട് എന്നിട്ടാക്കുന്നില്ല. ഈ കുഞ്ഞു പെറുക്കിന് എന്തിനാ അപ്പൊ ഇങ്ങനത്തെല്ലോ വേണ? സ്കൂളിൽ നിന്ന് മിസ് കലമ്പോ ഇങ്ങനെയാക്കി പോയാല് ഇല്ല, പിന്നെ വെറുതെ മിസ്സിന്റെ കലമ്പോ ആയിക്കോട്ടുണ്ട. ആ ജാനുവരി ഇതെല്ലാം പിന്നെ ഭയങ്കര സമയം, ഇങ്ങനത്തെ ഭയങ്കര താല്പര്യമുള്ള ആളാ. ഇങ്ങനത്തെ കളറൊന്നും പോരായിരിക്കും. ഓളെ ഈ മൊബൈലിൽ നോക്കിയിട്ട് ഓരോ ഇതെല്ലാം കാണൂല. അപ്പൊ ഇതാക്കുന്ന എപ്പം പറഞ്ഞേ മമ്മിയാക്കി സ്ഥിതിക്ക് കുഴപ്പമായിരിക്കും. ഇപ്പോഴേ ഭയങ്കര കാഴ്ചപ്പാടാണ്. ശരിയാക്കട്ടെ നമുക്ക്. വലുതാ കുഞ്ഞുമോള് വലുതാവട്ടെ കേട്ടാ. മുട്ടേന്ന് വിരിഞ്ഞില്ല, വിരിയട്ടെ കുഞ്ഞിപ്പുറക്ക്. ദൂരെ മുടി ആക്കാൻ കൊണ്ടുപോകുന്നു. പോന്നല്ലോ മമ്മി. അത് നമ്മളെ വാഹനം കണ്ട നോക്കിയട്ടെ. ഇതാണ് വാഹനം. മറ്റേ വണ്ടി ഷോപ്പിലാ ഉള്ളേ, അതുകൊണ്ട് ഇതെടുത്തിട്ട് ഇന്ന് വന്നേ. ഇവിടെ മമ്മി വന്നാല് കുറച്ച് സമയം എണീച്ചതാണ്. അപ്പോഴത്തേക്ക് നാട വേറെ സ്ഥലത്തേക്ക് അവിടെ ശുദ്ധീകരിക്കുന്നല്ലേ. പക്ഷെ നമ്മൾ കൊണ്ടത് അതുപോലെ തന്നെ. അതിന്റെ ഇടയില് നമ്മളൊരു റീൽസ് ആക്കിയല്ലേ അച്ചു? എന്ത് റീൽസാന്ന്? മുട്ടായി. നമുക്ക് മുട്ടായി വാങ്ങി തരുന്നല്ലേ. ശാലിന് വേണ്ടി മുട്ടായി വാങ്ങി തരുന്ന ഒരു റീൽസ് ആക്കിയല്ലേ അച്ചുട്ടാ? കഴിഞ്ഞല്ലേ? കൊറേ സമയല്ലേ റീൽസ് എടുക്കാൻ തുടങ്ങിയിട്ട്? അച്ചു തളർന്നു പോയാ? ബോറടിച്ചു പോയി. കൊറേ ഡയലോഗ് റിപ്പീറ്റ് ചെയ്തിട്ട് അച്ചുട്ട ബോറടിച്ചു അല്ലേ അച്ചുട്ട? ശരി, എന്നാ നമുക്ക് വീട്ടിലേക്ക് പോന്നാല് വേറൊന്നും പറയണ്ട. എന്നാ പാപ്പ. അപ്പൊ സമയം രാത്രിയായ എല്ലാവരും ക്ഷീണിച്ച് സുജേഷ് ഇതാ കണക്ക് മുട്ടിക്കേണ്ട തിരക്കില്ലാന്ന്, ബാക്കിയുള്ളവർ കൗണ്ടിങ്ങിന്റെ തിരക്കില്ലാന്ന്.
എല്ലാവരും കൗണ്ടിങ്ങിന് തിരക്കാണ്. സമയം 7 ആയിട്ടുണ്ട്. ഞാൻ പാട്ട് കേട്ടു. നമ്മളെ പാട്ട് വെക്കുന്നല്ല കേട്ടോ. പുതിയ പാട്ട് സെലക്ട് ചെയ്യാം. ഒരു വീഡിയോ ചെയ്യാണ്ട് എന്നാലും വന്നിട്ട് ചെയ്യാന്നിരിക്കുന്നത്. അപ്പം ഞാനും നല്ല ക്ഷീണത്തിലാണ്. ഒന്ന് വീട്ടിൽ പോയിട്ട് കുളിക്കണം. അതിലും ഇത് വാലന്റൈൻസ് ഡേ ആണല്ല. അപ്പോൾ ശ്രുതിക്ക് എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കണമല്ല. സാധാരണ നേരത്തെ കൊടുക്കലല്ലേ, ഇന്ന് ലേറ്റാണ്. അപ്പം ഞാൻ പോയിട്ട് ഇന്നലെ അവിടെ ഒരു ഡ്രസ്സ് കണ്ടിട്ട് നമ്മളെ മുത്തുമണി തൊട്ടപ്പുറം തന്നെയാണ്. അപ്പോൾ അവിടെ പോയിട്ട് നല്ല ഡ്രസ്സ് കിട്ടുമെന്ന് നോക്കട്ടെ. ഇവിടെ കുറച്ച് നല്ല നല്ല ഡ്രസ്സെല്ലാം ഉണ്ട്. ഇങ്ങനെ ഡെമ്മിൽ കാണുമ്പോൾ നല്ല രസമുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാനായിട്ടുണ്ട്. ഇത് നമ്മളെ ഷോപ്പിൻ്റെ കുറച്ച് ഓപ്പോസിറ്റ് സൈഡായിട്ടാണ് ഈ മുത്തുമണി വരിക. നമ്മളെ ഷോപ്പ് നോക്കിയട്ടെ, നല്ല തിളക്കില്ലേ. പിന്നെ ഇത് അതിൻ്റെ ഇപ്പുറം തന്നെ ഉണ്ടല്ലോ വേറെയും കുറേ ജ്വല്ലറി ഉണ്ട്. ഇപ്പുറം അങ്ങേ സൈഡ് മുദ്ര ജ്വല്ലറി ഉണ്ട്, പിന്നെ SR ഗോൾഡ് ഉണ്ട്, പിന്നെ സ്റ്റെപ്സ് ചെരുപ്പടയുണ്ട്, പിന്നെ സിത്താര ഫാൻസി കടയുണ്ട്, VPS ഉണ്ട്, അപ്പുറം ദുബായ് ഗോൾഡ് ഉണ്ട്, പിന്നെ അതിൻ്റെ അപ്പുറം കളത്ത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചങ്ങാതി ഹാരിസിൻ്റെ ഒരു ജ്വല്ലറി കൂടി ഉണ്ട്. പിന്നെ അതിൻ്റെ അങ്ങോട്ടും കുറേ ജ്വല്ലറി ഉണ്ട്. അങ്ങനെ ഒരുപാട് ജ്വല്ലറി ഉള്ള ഒരു കുഞ്ഞു ടൗണാണ് നമ്മളെ കമ്പ് ടൗണ്. നമ്മളെ ഷോപ്പ് കണ്ട രാത്രി ഭയങ്കര സ്റ്റൈലാണെന്നാണ് എല്ലാവരും പറയില്ല കേട്ടാ. ഒരു സൂചി വീണ കാണുന്നതാണ് ഇപ്പുറത്തെ നമ്മളെ VPS ലോനെപ്പവും പറയാം. ഈ വെള്ളം ഒഴുകുന്നുണ്ട്, അതെൻ്റെ ഒരു ഐഡിയ ആണ്. ആക്കിയപ്പോൾ നല്ല സ്റ്റൈലായതിന് അതിനും നല്ല അഭിപ്രായമാണ്. ഞാനിപ്പോൾ മമ്മിക്ക് കൊണ്ടുവന്ന ഗിഫ്റ്റ് വാങ്ങിയേ. പിന്നെ ഷോപ്പിലുണ്ടല്ലോ ഈ പൂട്ടാനാകുമ്പോൾ ഒരു തിരക്ക് വരുത്ത്, അതെപ്പോഴും അങ്ങനെയാണ്. ഞാനിപ്പോൾ ഗിഫ്റ്റും കൊണ്ട് വീട്ടിലേക്ക് പോക്കാന്ന്. അതിനിടയിലെ മമ്മി വിളിച്ചിട്ട് പറഞ്ഞാൽ പാല് വാങ്ങണമെന്ന്. ഞാൻ നമ്മളെ കമാലി കണ്ടേക്കുന്ന പാലും വാങ്ങി നേരെ വീട്ടിലേക്ക് പോകുന്നേ. അപ്പോൾ ഇത് നമ്മളെ ഗ്രിൽസ് തുറന്നിരുന്നത് അച്ചോട്ടനാണ്. അച്ചോട്ടനെ തുറക്കാൻ വേണ്ടി കുറച്ച് സമയം എടുക്കുക. എന്തായാലും ഓളന്നെ തുറക്കും കേട്ടാ. അപ്പോൾ മമ്മിക്ക് കൊടുക്കേണ്ട ഗിഫ്റ്റ് അച്ചോട്ടൻ്റെ കൊടുത്തിട്ടുണ്ട്. ഇത് അച്ചോട്ടൻ മമ്മിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ റെഡിമെയ്ഡിൻ്റെ സഞ്ചി കണ്ടപ്പോൾ ഒക്കെ മനസ്സിലായി എന്തോ ഗിഫ്റ്റാന്നുള്ളത്. ശരിക്കും ചെണ്ടമേളത്തിൻ്റെ ബദല് കുക്കർ അടിയാന്നല്ല അടുക്കളയത്. ഇത് നമ്മളെ കുക്കർ ക്രൂന്ന് കൂക്കുന്നുണ്ട്. എന്താ കുക്കറേ തുറന്നോട്ടെ. ഈ കളർ ഉണ്ടോ എനിക്ക് അല്ലേ? ഇതൊന്നാണ് ബ്ലാക്കും അല്ല പച്ചയല്ല. എന്തോ ഒരു വല്ലാത്തൊരാളത്. എൻ്റെ കുക്കറെ ഒന്ന് മിണ്ടാണ്ടിക്കുക. ഓക്കെ അല്ലേ? ഒന്ന് ഇങ്ങോട്ട് നോക്കൂ. സുന്ദരിക്ക് എന്തിട്ടാലും പിന്നെ സുന്ദരിയല്ലേ, വേറൊന്നും നോക്കാനുള്ളേ. ഓക്കെ അല്ലേ? എന്നാ പിന്നെ സന്തോഷം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേഗം പോയിട്ട് റിട്ടേൺ കൊടുത്തേ. ഇഷ്ടപ്പെട്ടാ പറ്റില്ലേ വേഗം കൊണ്ടുപോയി മാറ്റിയിട്ട് വേറെ എടുത്തോ. ഓക്കെ ശരി. ചെണ്ട മുട്ടൽ കഴിഞ്ഞേട്ടാ. കുക്കറിൻ്റെ വെച്ച എത്ര സമയപ്പാ ഇങ്ങനെ ഉണ്ടല്ലോ കുക്കർ. ഇതാ ഡ്രസ്സ് മക്കൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കേട്ടാ. അതിൻ്റെ ഇടയിലേ മമ്മി ജാനുവിന് ഓൺലൈനിലൊരു ഡ്രസ്സ് വാങ്ങി കൊടുത്തനെ. അത് അച്ചു ഇപ്പാന്ന് അറിയുന്നേ. എന്നാന്ന് മമ്മി അങ്ങനെയുണ്ടാ ചെയ്യല്? അപ്പൊ ഇവർക്ക് പറ്റിയ ഒന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ ഓർഡർ ചെയ്യാം. പിന്നെ ഓളത് മറന്നുപോയി. എന്റെ മൂക്ക് കിട്ടിയിട്ടില്ല. ഞാനെന്ത് ചെയ്യാൻ, അച്ഛന് ഇഷ്ടമായിട്ടല്ലേ. ഇതാരാ ആര് തന്നെ? ഭൂമിക്ക് തന്നെയാ? ഓ വാലന്റൈൻസ് ഡേക്ക് തന്നെയാ? മോളെന്ന് കൊടുത്തേ അങ്ങോട്ട്? അറിയാ ഇതാ നല്ല ചെലവില്ലാത്ത പരിപാടി കേട്ടാ. അടുത്ത പ്രാവശ്യം നിനക്ക് ഞാൻ ഇതുപോലെ ആക്കിത്തരാം സുധി. അല്ല പിന്നെ എന്തിനാ വെറുതെ പൈസ ചെലവ്. നല്ല ഞാൻ അതിൻ്റെ അകത്ത് എല്ലാം എഴുതിക്കോളും പോരെ. കവിത അടക്കം എഴുതിയിട്ട് ഞാൻ തന്നുള്ളത്. ഇതുപോലെ കത്തിൽ എഴുതി കൊടുത്താൽ മതി. അപ്പോൾ ഇതാ മമ്മിക്ക് വാലന്റൈൻസ് ഡേക്ക് ഒരു ചെറിയൊരു ഗിഫ്റ്റ്. മമ്മി വലുതായിരിക്കും പ്രതീക്ഷ ഉണ്ടാവുമല്ലോ മമ്മി. ഒന്നും കിട്ടൂലെന്ന് വിചാരിച്ചാൽ ഇതൊക്കെ കിട്ടിയ ഭാഗ്യം. സമയം നോക്കിയട്ടെ 7 മണി. ഇത്ര വരെ ഒന്നും വന്നിട്ടില്ല. രാവിലെയും കിട്ടിയിട്ടില്ല, ഉച്ചക്കും കിട്ടിയിട്ടില്ല. നേരത്തെ ഷോപ്പിൽ വന്നപ്പോൾ എന്തോ പ്രതീക്ഷ കിട്ടിയിട്ടില്ല. അവസാനല്ലേ മമ്മി ഇന്നൊന്നും ഇല്ലാന്ന് പ്രതീക്ഷിച്ച് കടന്നുറങ്ങാൻ പോയ മമ്മിക്ക് അവസാനം കിട്ടിയില്ല കേട്ടോ. സന്തോഷായിനാ ചെറുങ്ങനെ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ വാലന്റൈൻസ് ഡേൻ്റെ ദിവസം അല്ലേ മമ്മി? അപ്പോൾ ഇതെല്ലാം ഞാനേ കുളിക്കാൻ വേണ്ടി വന്നതാണ്. എനിക്ക് കുളിച്ചിട്ട് വീണ്ടും ഷോപ്പിലേക്ക് പോകണം. അപ്പോഴത്തേക്ക് അതാണ്ട് പൂട്ടേണ്ട സമയമാവും. ചെണ്ടമുട്ട തുടങ്ങാനായ കുക്കർ ആദ്യം അടിക്കാനായിട്ടുണ്ട്. എന്താന്ന് ഉറപ്പിച്ചില്ലേ വെച്ചത്? എല്ലാം ജ്യൂസായിട്ടുണ്ടാവും. താറാവിന് നമ്മൾ വേറെ തന്നെ ചോറാക്കി വെക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ. എന്നാൽ പിന്നെ ഞാൻ കുളിച്ചിട്ട് ഷോപ്പിൽ പോകേണ്ട പരിപാടി നോക്കിയിട്ട് ഏതായാലും ഇന്നത്തെ വീട് നമുക്ക് അവസാനിപ്പിക്കാമല്ലോ മമ്മി? എന്നാൽ ശരി എല്ലാവർക്കും ഓക്കെ.